എൻ്റെ പേര് ആൻഡോ തോമസ്. ഞാൻ പാലായിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2024 മാർച്ച് മാസം 11-ാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുക്കുവാനുള്ള ഒരു കാരണം തന്നെ എൻ്റെ മോൻ്റെ SSLC പരീക്ഷയ്ക്ക് അവനെ ഇവിടെ വളരെ പിന്നോക്കാണ്, പഠിക്കത്തില്ല. കാരണം അവന് പരീക്ഷയ്ക്കെല്ലാം വളരെ മാർക്ക് കുറവാണ്. പറയുവാണെങ്കിൽ 80 മാർക്ക് 8 മാർക്കൊക്കെ അവന് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പം എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, അച്ഛൻ പോയി ഉടമ്പടി എടുക്കണം, മോന് വേണ്ടി ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. സത്യത്തിൽ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു ആ സമയത്ത്. ഞാൻ ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ മനസ്സോടുകൂടിയാണ് ഇവിടെ മോനെ കൂട്ടിക്കൊണ്ട് വരുന്നത്. ഭാര്യ എന്നോട് പറയുന്നുണ്ട്, അച്ഛനെ കാണണം, മോൻ്റെ തലയിൽ അച്ഛനെ കൊണ്ട് പിടിപ്പിക്കണം, പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാനിവിടെ വന്നു. ഇവിടെ വന്നപ്പോഴത്തേക്ക് ആ പാടെ എനിക്കൊരു അസ്വസ്ഥതയായിരുന്നു. മുഴുവൻ ഒരുപാട് ആൾക്കാരെല്ലാം കണ്ട് ഒരുപാട് നേരം ഇവിടെ ഇരിക്കുകയൊക്കെ ചെയ്തു. ഞാൻ ഉടമ്പടിയെല്ലാം എടുത്തു. ഉടമ്പടിയെല്ലാം എടുത്ത് ഇവിടുത്തെ അനുഭവങ്ങളെല്ലാം കണ്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോയി. പിറ്റേ ദിവസം മുതൽ ഞാൻ രാവിലെ തന്നെ പ്രാർത്ഥിക്കും. അത്ഭുതം എന്നല്ലാതെ ഒന്നും പറയാനില്ല. എൻ്റെ മോന് 6 A+, 2 A+, 2 B+ പാസ്സായി. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വൈഫ് ജർമ്മനിയിലാണ്. അവൾ ആ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരുപാട് ടോർച്ചറിങ് ഉണ്ടായതുകൊണ്ട് അവൾ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ടായിരുന്നു അവളുടെ ജോലിക്ക്. അപ്പോൾ അവരെ കൊണ്ട് പറഞ്ഞ പ്രത്യേകം പ്രാർത്ഥിക്കണം, പ്രഭാഷണമാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കണം, ഇത് ഇവിടെ നിന്ന് സ്ഥലം മാറി പോകുവാൻ, വേറെ സ്ഥലത്തോട്ട് പോകുവാൻ. ഞാൻ ആക്ച്വലി ഇത് പ്രവർത്തിക്കുന്നുണ്ട് ഒരു നിയോഗമായിട്ട് തന്നെ. ആ നിയോഗത്തിൽ ഒരു നിയോഗം ഇതായിരുന്നു. അതും മാതാവ് സാധിച്ചു തന്നു. അത് അവർക്ക് വേറെ സ്ഥലത്തോട്ട് തന്നെ, ട്രാൻസ്പോർട്ടിൽ നിന്ന് വേറെ സ്ഥലത്തോട്ട് തന്നെ മാറ്റം കിട്ടി. പിന്നെ അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ, ഞാൻ 20 വർഷമായിട്ട് ഗൾഫിലാണ്. സൗദി അറേബ്യയിലും ദുബായിലും അബുദാബിയൊക്കെ ഉണ്ടായിരുന്നു. ഞാനിപ്പം ജനുവരി വന്നതായിരുന്നു. ബൈക്ക് ജോലിയുടെ പോയതുകൊണ്ട് എനിക്ക് ഡ്രൈവിംഗ് അറിയത്തില്ല. അപ്പം ഞാനിവിടെ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെയുള്ളവരെല്ലാവരും പോയിട്ട് പോകും. അവിടെ എനിക്ക് പ്രാർത്ഥന കണ്ടില്ലെങ്കിൽ എനിക്ക് ഈ പുതിയ ടെസ്റ്റ് രീതി വരുന്നതിന് മുന്നേ എനിക്ക് പാസ്സാക്കണം, എനിക്ക് അമ്മ എന്നെ കണ്ടുകൊള്ളണേ എന്ന് പറഞ്ഞ് ഞാൻ ഈ വലിയ ചുക്കുമായിട്ട് ആദ്യത്തെ ദിവസം ഇതുകൊണ്ട് പോയി. പക്ഷെ ഞാൻ പരാജയപ്പെട്ടു പോയി. രണ്ടാമത് തവണ ഞാൻ ഈ വലിയ ചുക്കുമായിട്ട് പോയി വണ്ടിയിൽ വെച്ചപ്പോൾ എന്നെ പഠിപ്പിക്കുന്നത് വേറൊരു സഹോദരനായിരുന്നു. ബന്ധുസഭയിലുള്ള ഒരു സഹോദരനാണ്. അദ്ദേഹത്തിനോട് ചോദിച്ചു, അച്ഛൻ എന്താണ് ഈ കാണിക്കുന്നത്, എന്നെ ഈ വണ്ടിയെ കൊണ്ട് വെക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇത് ഞാൻ പ്രഭാഷണത്തിലെ മാതാവിൻ്റെ അവിടെ നോക്കുവാണ്. അപ്പോൾ പുള്ളി ഒരു ചിരിച്ചു. പക്ഷേ എൻ്റെ കൂടെ 3 പേരും ഫെയിലായി, ഞാനന്ന് പാസ്സായി. പിന്നെ അതിലെല്ലാം പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കഴിഞ്ഞ 16-ാം തീയതി ഞാൻ എൻ്റെ വൈഫിൻ്റെ അങ്ങയുടെ ഭാര്യയെ തിരിച്ച് എയർപോർട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ട് തിരിച്ചു വരുമ്പോൾ മണിമല വരെ എത്തി. മണിമല എത്തി കഴിഞ്ഞപ്പോൾ ഞാൻ ഡ്രൈവറോട് പറഞ്ഞു, എനിക്ക് ഓടിക്കാൻ തരണം. അദ്ദേഹം മനസ്സോടെ എനിക്ക് വണ്ടി ഓടിക്കാൻ തന്നു. ഞാൻ വണ്ടി ഓടിക്കുകയാണ്. ആ ഓടിക്കുന്ന സമയത്ത് ഒരു ദമ്പതികളുടെ ഞങ്ങളുടെ തൊട്ട് സൈഡിൽ കൂടെ പോയിരുന്നുണ്ടായിരുന്നു സ്കൂട്ടറിൽ. ഞാനത് കണ്ടില്ല. എൻ്റെ വണ്ടി അവർക്ക് തിരിച്ച് അവർ റോഡിലോട്ട് തെറിച്ചു വീണ് ആ മനുഷ്യൻ അബോധാവസ്ഥയിൽ മൂക്കിക്കൂടെ ചെവിക്കൂടെ കണ്ണിക്കൂടെ എല്ലാം ചോര വന്ന് ഈ പുള്ളിക്കരത്തിയുടെ കൈ 3ആയിട്ട് ഒടിഞ്ഞ് നീങ്ങിക്കിടക്കുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ പോയി. പാടെ ടെൻഷൻ അടിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആൾക്കാരെല്ലാം ഓടിക്കൂടി. പെട്ടെന്ന് ഇവരെ എടുത്ത് ഞങ്ങൾ മണിമല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവർ പ്രാഥമിക ശുശ്രൂഷ മാത്രം കൊടുത്തിട്ട് അവിടുത്തെ സിസ്റ്റർ എന്നോട് പറഞ്ഞു, അച്ചായ, ഈ ഇദ്ദേഹത്തിൻ്റെ കാര്യം ഒന്നും പറയാൻ പറ്റത്തില്ല. ഈ 6-ാം തീയതി നടന്ന സംഭവമാണ്. ഞാൻ ആ പഴച്ചക്കായി എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കുറച്ച് മാസമായുള്ളൂ, 2 മാസം കഴിഞ്ഞതേ ഉള്ളൂ. എന്ത് ചെയ്യും? ഞാൻ അന്നേരം പ്രാർത്ഥിച്ചു, മാതാവേ, ഒരു അത്ഭുതം സംഭവിക്കണേ, ഇദ്ദേഹം റിക്കവറാകണേ, ഇദ്ദേഹം ഒരാഴ്ചക്കുള്ളിൽ റിക്കവറായി ഒരു കുഴപ്പമില്ലാതെ തിരിച്ചു വരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് നേരിട്ട് അന്വേഷിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ മറ്റ് സുഹൃത്തുക്കൾ മുഖേന അന്വേഷിക്കുമ്പോൾ അദ്ദേഹത്തിന് 2 MRI സ്കാൻ ചെയ്തപ്പോഴും ബ്ലഡ് ക്ലോട്ട് ചെയ്ത് കിടക്കുകയാണ്. അൺകോൺഷ്യസ് ആണ്. പുള്ളി ഇങ്ങനെ ബോധാവസ്ഥയിലല്ല എന്നൊക്കെയാണ് പറഞ്ഞത്.
പാട്ട് ടെൻഷനായി ഞാൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പെങ്ങളുടെ സിസ്റ്ററാണ്. പുള്ളിക്കാരത്തിനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യാൻ, ഈ തൈലം, വിശുദ്ധ തൈലം നിന്റെ നെറ്റിയിൽ പുരട്ടി അദ്ദേഹത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കും. ഞാൻ ആ വിശുദ്ധ തൈലം എൻ്റെ നെറ്റിയിൽ പുരട്ടിക്കൊണ്ട് ഞാൻ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചു, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ അത്ഭുതവും അല്ലാതെ മറ്റൊന്നും പറയാനില്ല. 4 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. എനിക്കിപ്പോഴും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്തു എന്ന് എൻ്റെ ഒരു പഠിച്ചൊരു സഹോദരി അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അദ്ദേഹം പുള്ളിക്കാരത്തിൽ ഞാൻ പറയുന്നു. അതുപോലെ തന്നെ ഞാൻ പ്രേക്ഷക പ്രവർത്തനം കൊണ്ടുപോയ പത്രങ്ങളൊക്കെ ഞാൻ ആ സമയത്ത് പലർക്കും കൊടുത്തു. എന്നാലും ഞാൻ അനാഥാലയത്തിലൊക്കെ വരുമ്പോഴൊക്കെ കൊണ്ടുപോയി അരി വാങ്ങിച്ചു കൊടുക്കും. പിന്നെ പാവപ്പെട്ടവരെ കാണുമ്പോൾ ഞാൻ സഹായിക്കും, പൈസ കൊടുത്ത് സഹായിക്കും.